ഹലോ എവ്രിവൺ. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് നിർമ്മലാണ്. അപ്പോൾ നമുക്ക് നിർമ്മലിനോട് ചോദിച്ചു നോക്കാം ഏതൊക്കെ റാങ്കുകളാണ് നിർമ്മലിന് കിട്ടിയിട്ടുള്ളതെന്ന്. ഏതൊക്കെ റാങ്കുകളാണ് നിർമ്മലിന് കിട്ടിയിട്ടുള്ളത്? ഫസ്റ്റ് എനിക്ക് JEE-മെയിന് 99.68% ഉണ്ടായിരുന്നു. അത് 5275 റാങ്ക് ആയിരുന്നു. പിന്നെ JEE അഡ്വാൻസിന് 9931, പിന്നെ കീമിന് കേരള 34 ഉണ്ടായിരുന്നു. ഓക്കെ, അതേപോലെ തന്നെ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് നമ്മുടെ നിർമ്മൽ വരുന്നത്. സോ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കീം ടോപ്പറാണ് നിർമ്മൽ. പിന്നെ എന്ത് തോന്നുന്നു, ഫസ്റ്റ് ഇങ്ങനെ ബ്രില്യൻറ്റിൽ അഡ്മിഷനൊക്കെ എടുക്കുന്ന സമയത്ത് ഇതുപോലൊരു വിക്ടറി ഡേ ഒക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ അങ്ങനെ ഡ്രീം ചെയ്യാറില്ല, ബട്ട് എനിക്ക് അറിയായിരുന്നു വർക്ക് ചെയ്താൽ കിട്ടുമെന്ന്. തന്നെ പിന്നെ സ്മോൾ സ്റ്റെപ്സ് വഴിയാണല്ലോ നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് സ്മോൾ ഗോൾ സെറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഇവൻച്വലി ലീഡ് അപ്പ് ടു ദിസ്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്താണോ നിർമ്മൽ ഗോൾ സെറ്റ് ചെയ്തത് ആ ഗോളിലേക്ക് നിർമ്മൽ ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ എവിടെയാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്? എവിടെയാണ് ചേർന്നിട്ടുള്ളത്? ഇപ്പോൾ അലോട്ട്മെന്റ് ഓൺഗോയിങ് പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ IIT റൂർക്കിയിൽ പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ഇപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് MBA ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആ കോഴ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആഗ്രഹിച്ച സബ്ജക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അല്ലേ? അപ്പോൾ നിർമ്മലിന്റെ കൂടെ നിർമ്മലിന്റെ അമ്മ വന്നിട്ടുണ്ട്. അപ്പം മാം പേരെന്താണ്? എൻ്റെ പേര് സൈന ദീപ്തി. ഓക്കെ, അപ്പം മാം എന്ത് ചെയ്യുന്നു? ഞാൻ CET-യിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചറാണ്. ഓക്കെ, അപ്പോൾ അതേ അമ്മയുടെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടെന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ സിബ്ലിങ്സ് ആരെങ്കിലും ഒക്കെ ബ്രില്യൻറ്റിൽ ഉണ്ടായിരുന്നു. എൻ്റെ മൂത്തയാള് നവീൻ വിൻസെന്റ് കീം ഫാർമസി ടോപ്പർ ആയിരുന്നു. 134 ആയിരുന്നു ജിപ്പർ റാങ്ക്. അപ്പോൾ ഇപ്പോൾ ജിപ്പറിൽ ഹൗസ് സർജൻസി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതേ മക്കളെല്ലാവരും നമ്മളുടെ ബ്രില്യൻറ്റിന്റെ കൂടെ തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളതെന്നാണ് മാമും പറയുന്നത്. അപ്പോൾ മാമിന് ഇപ്പൊ എന്താ തോന്നുന്നത്? മോനിത് ഇത്രയും വലിയൊരു വിജയം കൈവരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത്? മൂത്തയാള് നമ്മൾ KI സ്കൂളിലായിരുന്നു. അപ്പോൾ ആ പ്രോസസ്സ് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് മോൻ്റെ നിർമ്മലിന്റെ കാര്യത്തിൽ നമുക്കൊരു ടെൻഷൻ ഇല്ലായിരുന്നു. ഇഷ്ടമുള്ളതുപോലെ പഠിക്കട്ടെ, അത്രയ്ക്കധികം നല്ല സപ്പോർട്ടാണ് ഇവിടുന്ന് കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ നമുക്കൊരു ടെൻഷൻ ഇല്ലായിരുന്നു, കുട്ടിക്കും ടെൻഷൻ അധികവും ഇല്ലായിരുന്നു. പിന്നെ വീട്ടിൽ നിന്നും കൂടെ പോയി വരുന്നതുകൊണ്ട് നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരുന്നു. സോ വി ആർ വെരി മച്ച് ഹാപ്പി. അപ്പൊ ആ ഒരു ഹാപ്പിനെസ്സും ആ ഒരു അഭിമാനവും ഒക്കെ നമുക്ക് അവര് രണ്ടുപേരെയും മുഖത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ബ്രില്യൻറ്റിലെ നിർമ്മലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താണ്? ഡെഫിനറ്റ്ലി അവരുടെ ഫാക്കൽറ്റിയും മൊഡ്യൂളും ഒക്കെ തന്നെ ആയിരിക്കും. ഒരു കാര്യം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു സ്റ്റുഡൻറ്റിനെ കൺവിൻസ് ചെയ്യാനുള്ള അബിലിറ്റി ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടുത്തെ സാറുമാരാണ് എൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് സപ്പോർട്ട്. എൻ്റെ ക്ലാസ് ടീച്ചർ ആയാലും എൻ്റെ കോർഡിനേറ്റർ ആയാലും, എൻ്റെ ക്ലാസ് ടീച്ചർ മനു സാറും പിന്നെ എൻ്റെ കോർഡിനേറ്റർ അർജുൻ സാറും അവർ വെരി സ്ട്രോങ് സപ്പോർട്ടായിരുന്നു. പിന്നെ ഓബ്വിയസ്ലി സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന സാറുമാരുടെ അവരുടെ നിരന്തരമായിട്ടുള്ള എഫേർട്ട് കാരണമാണ് എനിക്കിത്. അപ്പോൾ സാറുമാരൊക്കെ ഒരുപാട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ബ്രില്യൻറ്റിന്റെ ലേണിംഗ് ആപ്പ് ഒക്കെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ? മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ടോ? ഞാൻ യൂഷ്വലി ലൈക്ക് അത് ഉപയോഗിച്ച് തുടക്കത്തിൽ ഈ യൂണിറ്റ് ടെസ്റ്റുകളൊക്കെ നടക്കുന്ന സമയത്ത് അത് ശേഷം നമ്മൾ ജസ്റ്റ് ഇച്ചിരി നോക്കി പോകാറുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ ടൈം മാനേജ്മെൻറ്റിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇപ്പം എന്തായാലും ആഗ്രഹിച്ച വിജയങ്ങളെല്ലാം കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഭാവിയിലും നല്ല 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 ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് നമ്മൾ ബ്രില്യൻ ഫാമിലി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.